വി.ഡി. നുണേശൻ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ട ഒരു കർണാടക നുണയുണ്ടല്ലോ. 20 കോടി രൂപ രാഹുൽ ഗാന്ധി ഇടപെട്ട് 100 വീടിനായി സംസ്ഥാന സർക്കാരിലേക്ക് കോൺഗ്രസ് കൈമാറി. ഓർമ്മയില്ലേ? ആ നുണ ഒന്ന് കേട്ടെ. കുടുംബത്തിൽ പിറന്ന നുണയാണ്. സതീശന്റെ ഈ ആധികാരികമായ നുണ പറച്ചിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെയാണ് അനുസ്മരിക്കേണ്ടത്. ഇദ്ദേഹം ഇങ്ങനെയായിരുന്നെങ്കിൽ പിതാവ് ഇതിനേക്കാൾ എത്ര ബ്യൂട്ടിഫുൾ ആയേനെ. അതുകൊണ്ട് ആ കർണാടക ആധികാരിക നുണ ഒന്ന് കേട്ടെ. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത് ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. കേട്ടല്ലോ, 20 കോടി രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് 100 വീട് വയ്ക്കാൻ കൈമാറി. ആ ആധികാരികത കേൾക്കുമ്പോൾ സതീശൻ സത്യം പറയാനുള്ള ആർജവം നമ്മളൊന്ന് കാണണ്ടേ. പെട്ടെന്ന് കേൾക്കുന്നവരടുത്തേക്ക് ഇതാണ് സതീശൻ പ്രയോഗിക്കുന്ന ആ ഒരു ടാക്ടിക്സ്. അതായത് കേൾക്കുമ്പോൾ തോന്നും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഭരണം കൊണ്ട് കൊള്ളയടിച്ച ഒരു കുടുംബത്തിൽ കൂട്ടിവച്ചിരിക്കുകയാണ്. അതിൽ പോയി ഒരു 20 കോടി എടുത്തുകൊണ്ട് വന്ന് കോൺഗ്രസിൻ്റെതായിട്ട് നേരെ പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്തു എന്ന്. കോൺഗ്രസ് സർക്കാരാണ്. കർണാടകയിൽ സിദ്ധരാമയ്യയുടെ കയ്യിലിരിക്കുന്നത് അവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമല്ല, കോൺഗ്രസിന്റെ പൈസ, രാഹുൽ ഗാന്ധിയുടെ പൈസ, രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലിരിക്കുന്ന പൈസയാണ് അതെന്ന് നമുക്കങ്ങ് തോന്നണം, നമ്മളങ്ങ് വിശ്വസിക്കണം. ഇനി ഇതിന്റെ വസ്തുതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ ചില കാര്യങ്ങൾ പറഞ്ഞു. കർണാടക സർക്കാർ മാത്രമാണോ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിന് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായം എത്തിച്ചത് എന്ന വിവരം അറിയണം. ഈ രാജ്യത്താകമാനം ഏത് സ്റ്റേറ്റിൽ ദുരന്തമുണ്ടായാലും മറ്റുള്ള സംസ്ഥാന സർക്കാരുകൾ അവിടേക്ക് സഹായം കൊടുക്കുന്നത് പതിവാണ്. അതിപ്പോ ഒഡീഷയിൽ കൊടുങ്കാറ്റടിച്ച സമയത്ത് നമ്മൾ 5 കോടി രൂപ ഒഡീഷയ്ക്ക് കൊടുത്തത് CPM-ന്റെ പൈസയല്ല, കേരള സർക്കാരിന്റെ, കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് കൊടുത്തത്. അതുപോലെ തന്നെ കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ അയൽ സംസ്ഥാനങ്ങൾ നമ്മളെയും സഹായിച്ചു. അതിന്റെ കണക്ക് നിങ്ങളൊന്ന് കേൾക്കണം. ദിവസം അവിടെ സ്ഥലം MLA സന്ദർശിച്ചു നഗരത്തിൽ. വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ A+ സർട്ടിഫിക്കറ്റും കേരളത്തിലെ ഗവൺമെന്റിന് കിട്ടി. അത്രയും സന്തോഷം. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ കണക്ക് മാത്രം ആർക്കും പിടിയിട്ടില്ല. ആകെ പണിയാൻ പോകുന്ന വീട് 410. അത് കർണാടക ഗവൺമെന്റ് തന്നതായി അദ്ദേഹം പറഞ്ഞ കണക്ക് 100 വീട്. മുസ്ലിം ലീഗ് ഇവിടെയല്ല, മറ്റെവിടെയോ, കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് മറ്റെവിടെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വീട് 100. പിന്നെ എപ്പോഴെങ്കിലും കോൺഗ്രസ് പണിതേക്കാം എന്ന് അദ്ദേഹം കരുതുന്ന വീട് 100. അങ്ങനെ 300 വീട്. 410 സർക്കാർ പണിതത് ഇനി 110 വീട് മാത്രം. എന്തൊരു കണക്കാണ് കണക്ക്. കർണാടക ഗവൺമെന്റ് തന്ന പണം കേരളത്തിലെ ഗവൺമെന്റ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ആ പണം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി തന്ന പണമാണ് എന്ന് കരുതാൻ പറ്റുമോ? ഈ ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ കേരളത്തിന് 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ 10 കോടി രൂപ നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ സർക്കാർ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീടിന്റെ പണം തരാം എന്ന് പറഞ്ഞിരുന്നു. 50 വീടിന്റെ പണമായിട്ടുള്ള 10 കോടി രൂപ മാത്രം തന്നു. അതിന് സന്തോഷം. അത്രയേ പണം ഉള്ളുവെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിച്ചു. ഇതേതെങ്കിലും പാർട്ടി നൽകുന്ന പണമാണ്. ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ടങ്ങ് പറയിപ്പിക്കുകയാണ്. ഇവിടെ പ്രളയം ഉണ്ടായി. ആന്ധ്ര സർക്കാർ 30 കോടി രൂപയാണ് കേരളത്തിൽ നൽകിയത് 2018 പ്രളയത്തിൽ. ആസാം സർക്കാർ 3 കോടി രൂപയാണ് നൽകിയത്. മണിപ്പൂർ സർക്കാർ 2 കോടി രൂപയാണ് നൽകിയത്. ഇത് ഗവൺമെന്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ലേ? കേരളം ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? കേരളം ഇപ്പോ 2019-20 ഒഡീഷയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ 10 കോടി രൂപ നൽകി. ആസാമിൽ 2020-21 ദുരന്തം ഉണ്ടായപ്പോൾ 2 കോടി നൽകി. ഇപ്പൊ 2023-24 ഹിമാചൽ പ്രദേശിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ 7 കോടി നൽകി. തമിഴ്നാട്ടിൽ 2019 ഗജ ചുഴലിക്കാറ്റുണ്ടായപ്പോ അതിന്റെ റിലീഫ് മെറ്റീരിയൽസിന് വേണ്ടി 18,86,616 രൂപ നൽകി. ഇതൊക്കെ സർക്കാരുകൾ ഒരു ദുരന്തം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കാശാണ്. അരിയത്തായന്റെ ചോദ്യത്തിന് പയറ അങ്ങാടി എന്നാണ് മറുപടി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ നെഞ്ചത്തിലാണ് കയറുന്നത്. നിങ്ങൾ പണം പിരിച്ചതിന്റെ കണക്കില്ലെങ്കിൽ, നിങ്ങൾ പണം പിരിച്ചതിന്റെ കണക്ക് മുഖ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റിന് നേരെ കയറുന്നതിന്റെ പ്രശ്നം എന്താ? ഞങ്ങളാരും ഇത് പരിശോധിക്കാൻ വരുന്നില്ല. നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന് നിങ്ങൾ അവരോട് സമാധാനം പറയാനല്ലാതെ ഞങ്ങൾക്ക് അതിലെന്ത് കാര്യം? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ വെല്ലുവിളിച്ച് തന്നെ സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ഗവൺമെന്റിനോട് ഗവൺമെന്റ് ഭൂമി നൽകാത്തതിന്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ കളവാണ്. കേരളത്തിലെ ഗവൺമെന്റിനോട് ഭൂമി, ഞങ്ങൾക്ക് വീട് പണിയാൻ തരണം എന്ന് ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല, രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും പൊതുസമ്മേളനം നടത്തി പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെന്റിനോട് ഭൂമി ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാളും രേഖാമൂലം അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. 100-ൽ കൂടുതൽ ആളുകൾക്ക് പണിയുന്ന വീടുകളുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും സ്ഥലം MLA-യും എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ രണ്ടാണ്. അന്ന് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നത് കുറയ്ക്കാമോ, 5 സെന്റ് എന്ന് പറഞ്ഞത് കൂട്ടാമോ, രണ്ടിനും സർക്കാർ തീരുമാനമെടുത്തു. അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപ വരെ ചെലവ് വരുമെങ്കിലും 20 ലക്ഷം രൂപ സ്പോൺസർമാർ അടച്ചാൽ മതി, ബാക്കി പണം സർക്കാർ എടുക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചു. 5 സെന്റ് ഭൂമി വെച്ചാണ് കൊടുക്കുന്നത്, അത് വർദ്ധിപ്പിക്കാമോ എന്ന പ്രശ്നം വന്നപ്പോ 7 സെന്റ് ഭൂമിയായി അത് വർദ്ധിപ്പിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പല്ലാതെ
സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീട് പണിയാത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള കളവാണ്. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഭൂമി പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞു മേടിച്ചതാണ്. പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞ് ഭൂമി മേടിച്ച സർക്കാരിനോട് പിന്നെ ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിട്ട് തന്നില്ല എന്നൊക്കെ പറയുന്നത് ഉത്തരം മുട്ടുമ്പോഴുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഇത്തരം അപവാദ പ്രചരണങ്ങളെയോ ഇത്തരം ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകളെയോ ഒരു കാരണവശാലും ഭയക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ആശങ്ക പടർത്താവുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനുവരി പിന്നെ ഡിസംബർ അവസാനം വരെ ജീവനോപാധി കൊടുത്ത സംഖ്യ പുതിയ വീട് നിർമ്മിച്ച് കയറി പോകും വരെ, ജീവനോപാധിയാണ് അതിന്റെ വിഷയം, ജോലി കിട്ടും വരെയാണ് അതിന്റെ സഹായം എന്നൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും 9,000 രൂപ എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് എന്നുള്ളത് കൊണ്ട് ജനുവരി മാസത്തിൽ കൊടുക്കേണ്ട സംഖ്യ ജനുവരി മാസത്തിൽ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തു തുടങ്ങും. അതിലൊരു ആശങ്കയും വേണ്ട. കേരളത്തിലെ ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകും വരെ വാടകയിൽ ഒരു കുറവും വരില്ല. കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് വസ്തുത എന്നിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങളോട് സമ്മതിക്കാൻ വേണ്ടി നടത്താം എന്ന് നിശ്ചയിച്ചത്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇത്തരം വാർത്തകൾ പല ഘട്ടങ്ങളിൽ ബോധപൂർവം പുറത്തു വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് അനാവശ്യമായ ആശങ്കയുണ്ടാക്കാവുന്ന ഒരു നടപടിയും നടത്തരുത്. നമ്മളെല്ലാവരും കൂടിയാണ് ആ പുനരധിവാസം. അത് ലോകത്തിന് മാതൃകയായി കേരളം നടത്തുന്ന അസാമാന്യമായ ഒരു അനുഭവ പ്രകടനമാണ്. അതിനെ ഏതെങ്കിലും വിധത്തിൽ തളർത്താനുള്ള ഒരു ശ്രമവും നടത്തരുത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത പണമല്ലാതെ തമിഴ്നാട് സർക്കാർ, രാജസ്ഥാൻ സർക്കാർ, ആന്ധ്ര സർക്കാർ തുടങ്ങി പലരും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ സംസ്ഥാനത്തേക്ക് പണം തന്നിട്ടുണ്ട്. അത് ഈ രാജ്യത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുരന്ത സന്ദർഭങ്ങളിൽ സഹായിക്കുന്നത് സർവ്വസാധാരണമാണ്. പക്ഷെ അതിനെ പൊലിപ്പിച്ച് ഞങ്ങളുടെ പണമാണെന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കുന്ന ആ സതീശന്റെ കുരുട്ട് തന്ത്രം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് സതീശന്റെ പിതാവ് എത്ര മനോഹരനായിരിക്കണം. കാര്യം ഇങ്ങനെ സതീശന് നുണ പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ആ ജീൻ കിട്ടിയെന്ന് ആലോചിച്ചാൽ കുടുംബത്തിനകത്ത് മുഴുവൻ എങ്ങനെയാണ് നുണ പറയാൻ പ്രത്യേക കഴിവുറ്റ ഫാമിലിയാണെന്ന് സതീശന്റെ പ്രതികരണത്തിലൂടെ തെളിയിക്കുകയാണ്. അതായത് ലീഗ് അവർ പണം പിരിച്ച് സ്വന്തം നിലയ്ക്ക് സ്ഥലം മേടിച്ച് വീട് വെച്ചു, സർക്കാർ പണം പിരിച്ച് സ്ഥലം മേടിച്ച് അവിടെ വീട് വയ്ക്കാൻ തുടങ്ങി, കോൺഗ്രസ് പണം പിരിച്ചിട്ട് സർക്കാർ സ്ഥലം തരുമ്പോൾ അത്രേ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അത്രേ. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാലോ, പണം പിരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഭൂമി ഉണ്ടെങ്കിൽ അവിടെ വീട് വെച്ച് കൊടുക്കും, അല്ലാതെ പണം അവരുടെ പേരിൽ പിരിച്ചതിന് ശേഷം നിങ്ങൾ സ്ഥലം വാങ്ങിക്കൊണ്ടുവരൂ വീട് വെച്ച് തരാം, അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ സ്ഥലം വാങ്ങിത്തരും എന്നാൽ ഞങ്ങൾ വീട് വയ്ക്കാം എന്ന പ്രതീക്ഷയിൽ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ കൈയോടെ പിടിക്കപ്പെട്ടപ്പോഴത്തേക്കും വന്യജീവി സങ്കേതത്തിൽ, അതായത് ആനയും പുലിയും നിത്യ സന്ദർശകരായിട്ടുള്ള ഇടത്തേക്ക് ചൂരൽമലയിലെ ആ പാവപ്പെട്ട മനുഷ്യരെ ദുരന്ത മുഖത്ത് നിന്ന് നേരെ കൊണ്ടുവന്ന് വന്യജീവികൾക്ക് അടവയ്ക്കുന്ന തരത്തിൽ ഭൂമി വാങ്ങിച്ച സതീശൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവിടെ വയ്ക്കുന്ന വീടുകളൊന്നും അവരുടേതല്ല, ഞങ്ങളും കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് വാങ്ങിയതും അവിടെ വീട് വയ്ക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. ഒന്ന് ആലോചിക്കണേ, കേരളത്തിൽ നുണ മാത്രം പാടി നടക്കുന്ന ഒരു വ്യക്തിയെ മാധ്യമങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുത്താൽ ആ വിടുവായത്തരങ്ങളെ എല്ലാം സത്യമെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇത് പൊട്ടത്തരമാണ്, ജനങ്ങളെ കേൾപ്പിക്കാൻ പാടില്ലാത്ത കള്ളമാണെന്ന് പറയാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാധ്യമങ്ങളെ സതീശൻ വയനാട് ഫണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വയനാടുകാരെ തന്നെ പറ്റിക്കാൻ പച്ച നുണകൾ പറയുന്നു എന്നതിൻ്റെ തെളിവാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്.